കേരള മനസാക്ഷിയെ നടുക്കിയ കായംകുളത്തെ അതിക്രൂരമായ ലൈംഗിക അതിക്രമ കേസിൽ നിർണായകരമായ ഇടപെടലുമായി മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നു. അപകടത്തിൽപ്പെട്ട് റോഡരികിൽ നിസ്സഹായാവസ്ഥയിലായ യുവതിക്ക് നേരെ നടന്ന ഈ ഹീനമായ അതിക്രമത്തിൽ കമ്മീഷൻ സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി 15 ദിവസത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിയെ സംരക്ഷിക്കാനും കേസ് അട്ടിമറിക്കാനുമുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന അതിജീവിതയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഈ നടപടി. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും അന്വേഷണത്തിലെ മെല്ലപ്പോക്കും വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. അന്വേഷണം നിലവിൽ ഡിവൈഎസ്പിക്ക് കൈമാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ 4-നാണ് കേരളത്തെ നാണം കെടുത്തിയ ഈ സംഭവം കായംകുളത്ത് അരങ്ങേറുന്നത്. സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് റോഡരികിൽ സഹായത്തിനായി കാത്തുനിന്ന യുവതിക്ക് നേരെയാണ് സിനിൽ സബാദ് എന്ന പ്രതി ലൈംഗിക അതിക്രമണം നടത്തിയത്. അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് താങ്ങാവേണ്ടതിന് പകരം അവരുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്ത പ്രതിയുടെ നടപടി വലിയ പ്രതിഷേധത്തിന് വഴിതെളിച്ചു. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നും കേസ് അട്ടിമറിക്കാൻ പ്രാദേശികമായി ശ്രമം നടക്കുന്നുണ്ടെന്നും പറഞ്ഞ് അതിജീവിത പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ഈ വാർത്തകൾ പുറത്തു വന്നതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കേസിൽ ഇടപെടാൻ നിർബന്ധിതരായി. തുടർന്ന് കേസ് അന്വേഷണത്തിൽ കായംകുളം പോലീസിന് വീഴ്ചയുണ്ടായോ എന്ന കാര്യത്തിൽ DGP റിപ്പോർട്ട് തേടുകയും അന്വേഷണ ചുമതല കായംകുളം SHOയിൽ നിന്ന് മാറ്റി കായംകുളം ഡിവൈഎസ്പിക്ക് കൈമാറുകയും ചെയ്തു. നിലവിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് അതിജീവിതയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ നീക്കം. സഹായം അഭ്യർത്ഥിച്ചെത്തിയ ഒരു യുവതിക്ക് നേരെ നട റോട്ടിൽ നടന്ന ഈ ക്രൂരത കേരള പൊതുസമൂഹത്തിൽ വലിയൊരു ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം ഒരു ക്രിമിനൽ കുറ്റം എന്നതിനപ്പുറം അപകടത്തിൽപ്പെട്ട് തളർന്നുപോയ ഒരു സ്ത്രീയുടെ മാനത്തിന് വിലയിടാൻ ശ്രമിച്ച പ്രതിയുടെ പ്രവൃത്തിക്കെതിരെ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്ന് കനത്ത പ്രതിഷേധമുയരുന്നു. കായംകുളം ലൈംഗിക അതിക്രമ കേസിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലോടെ വലിയൊരു നിയമ പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മെല്ലപ്പോക്കിനെതിരെയും അന്വേഷണം അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കെതിരെയും അതിജീവിത ഭയമില്ലാതെ പരസ്യമായി രംഗത്ത് വന്നത് ഈ പോരാട്ടത്തിൽ നിർണായകരമായി. ഈ പരാതികൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് DGP നേരിട്ട് ഇടപെട്ടതും അന്വേഷണം കായംകുളം ഡിവൈഎസ്പിക്ക് കൈമാറാൻ ഉത്തരവിട്ടതും. അതിജീവിതയുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന് നിരീക്ഷിച്ച മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ സ്വമേധയാ കേസെടുക്കുകയും 15 ദിവസത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ നടപ്പാക്കുന്നതിലൂടെ മാത്രമേ നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ കഴിയൂവെന്ന പൊതുജനങ്ങളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ആവശ്യമാണ് ഈ നടപടികളിലൂടെ ശക്തമാകുന്നത്. അതിജീവിതയുടെ അചഞ്ചലമായ പോരാട്ടവും മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലുമാണ് ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർണായകരമായ നടപടിയിൽ എത്തി നിൽക്കുന്നത്. സഹായം തേടിയെത്തിയ ഒരു സ്ത്രീക്ക് നേരെ സ്വന്തം നാട്ടിൽ വെച്ച് നടന്ന ഈ ക്രൂരത കേരളത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത്. കേസന്വേഷണം ഡിവൈഎസ്പി ഏറ്റെടുത്തതും അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള കോടതി ഉത്തരവും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് നൽകുന്നത്. പോലീസ് ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കമ്മീഷന്റെ പരിശോധന വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തും. നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്നൊരു ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ കേസ്. സുതാര്യമായ ഒരു അന്വേഷണത്തിലൂടെ കുറ്റവാളികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.